ചർച്ചകൾ കഴിഞ്ഞു എന്ന് പറയാനായില്ല. ചർച്ചയ്ക്ക് വിളിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ നിന്ന് വിളിച്ചപ്പോൾ വന്നതാണ്. 2-3 പേരെ അവർ പരിഗണിക്കുന്നുണ്ട്. അതിലൊരു സ്ഥാനം നമുക്കുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി വലിയ പാർട്ടിയുടെ കമ്മിറ്റികളിൽ വെച്ച് തീരുമാനിച്ചിട്ട് അറിയിക്കുന്നതായിരിക്കണം പറഞ്ഞത്. മേൽ കമ്മിറ്റികളിലേക്ക് കൂടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊടുത്തിട്ട് ഞാൻ സമ്മതം നില 1-2 കാര്യങ്ങൾ നമ്മൾ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടി അന്തിമ തീരുമാനം മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്വതന്ത്രമാണ്. അതിലേക്ക് എത്തിയിട്ടില്ല. അത്രയ്ക്ക് ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല ചർച്ചയ്ക്ക്. കാരണം അവർ ഒരുപാട് പേരെ പരിഗണിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. പൊതുവെ ഒരു ചിത്രം ഉണ്ടായിരുന്ന റസാഖ് ഒരു കോൺഗ്രസ് മുഖമാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ LDF-ലേക്ക് പെട്ടെന്ന് ഒരു ചേക്കാറ് അത് എനിക്ക് അറിയില്ല. ഒരുപക്ഷെ എൻ്റെ ഡ്രസ്സ് എപ്പോഴും ഞാൻ വെള്ളയും ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനൊക്കെ എല്ലാവരുമായിട്ട്. കാരണം നമ്മളൊരു കച്ചവടക്കാരനാണ്. നമുക്കറിയാം അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു കച്ചവടത്തിൽ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരുമായിട്ട് ബന്ധങ്ങൾ. എൻ്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം വളരെ സൗഹാർദ്ദമായി ബന്ധമുണ്ട്. എല്ലാ പാർട്ടികളിലേക്കും ഈ ഇടതുപക്ഷത്തിൻ്റെയും പിന്നെ ഐക്യമുന്നണിയുടെയും BJP-യുമായിട്ടുള്ള എല്ലാ നേതാക്കളുമായിട്ട് നല്ല ബന്ധങ്ങൾ, അവർ അണികളുമായിട്ട് ഇവരൊക്കെയാണല്ലോ എന്നെ വളർത്തിയത് പാലക്കാട്. അങ്ങനെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ട് ആയിട്ടില്ല ആ ബന്ധങ്ങളൊന്നും. ആ ബന്ധങ്ങളിൽ അവിടെ നമ്മൾ രാഷ്ട്രീയം ഞാനിപ്പോൾ ഇവരാരെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവുക നിൽക്കുമെന്ന് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. വേറൊരു കാര്യം കൂടി, ഞാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പക്ഷേ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്ക് ഞങ്ങളുടെ സംഘടനയിൽ നിന്നുള്ള ഒരാൾ അധികാര സ്ഥാനത്ത് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്നൊരു ഗുണമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി അടക്കമായിരുന്നു ഈ കൈച്ചാറയുമായി ബന്ധപ്പെട്ട അഹമ്മദ് പേപ്പർ. അദ്ദേഹം ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുന്നേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കിട്ടി. ഇനിയുള്ള ഇതിലൊക്കെ അങ്ങനത്തെ ഒരു വേദി നിയമസഭയിലൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. നമുക്ക് അറിയപ്പെട്ട ഗ്യാസുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് CMO ആയിട്ട് ഞങ്ങളുടെ നേതാക്കൾ അവിടെ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതുകൊണ്ട് എത്രയുണ്ട് ഫലപ്രാപ്തി എത്തുന്ന അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് SFI പ്രവർത്തകനായിരുന്നു. ഇതായിരുന്നു നാം പഠിച്ച സ്കൂൾ. ഈ സ്കൂളിൽ തന്നെയാണ് PMG ആയിരുന്നു. അന്ന് ഇവിടെ ഓടിട്ട ഒരു ചെറിയ ബിൽഡിംഗ് കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരകമായിരുന്നു. അതിലൊക്കെയായിരുന്നു നമ്മൾ SFIൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത്. എങ്ങനെയാണ് മണ്ഡലത്തിലൊരു പൊതുവെയുള്ളൊരു കാഴ്ചപ്പാട്? മണ്ഡല കയ്യെത്തും ദൂരത്ത് MLA ഉണ്ടാവും. വാഗ്ദാനം കയ്യെത്തും ദൂരത്ത് പാലക്കാട്ടേക്ക് MLA ഉണ്ടാവും. പാലക്കാട്ടിൽ 1,90,000 വോട്ടർമാരുണ്ട് എന്നുണ്ടെങ്കിൽ 1,90,000 MLA-മാരായിരിക്കും. അതിനകത്ത് വേറിട്ട് നിൽക്കുന്ന MLA എന്നായിരിക്കില്ല. കാരണം എൻ്റെ ജീവിതം തന്നെ എങ്ങനെയാണ് എന്നില്ല. നിങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി മാത്രമേ ഉള്ളൂ. എന്നില്ല, ഉറപ്പിച്ചിട്ടില്ല. അതിന് ഇടതുപക്ഷത്തിന് എന്നും ഇതാക്കിയൊരു മണ്ഡലമൊന്നുമില്ല. എന്നും ഇടതുപക്ഷത്തിനെ ഉൾക്കൊള്ളാത്തൊരു മണ്ഡലമൊന്നുമില്ല പാലക്കാട് ഇടതുപക്ഷത്തിന് വളപ്പൂർവ്വം മണ്ണാണ്. പിന്നെ സമീപകാലത്ത് നമുക്കറിയാം ചില സംവിധാനങ്ങളിലൊക്കെ ആയിട്ടൊരു നമുക്കറിയാമല്ലോ അവിടെ എന്തായിരുന്നു ഒരു BJP പേടി ആണ് പലപ്പോഴും കോൺഗ്രസിന് ജയിപ്പിച്ചിരുന്നത്. ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇടതുപക്ഷം മത്സരിച്ചാൽ ഇടതുപക്ഷത്തിൽ നല്ല രീതിയിൽ വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അവധിയിലേക്ക് വരുമ്പോഴേ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ ഈ അടുപ്പങ്ങളൊക്കെ ചിലപ്പോൾ അതൊരു അകലാൻ സാധ്യത ഉണ്ടല്ലോ. കാരണം എന്തായാലും ഒരു മത്സരം തന്നെ ആയിരിക്കും. അടുപ്പങ്ങളൊക്കെ ഗുണം ചെയ്യുന്നതാണ് കരുതുന്നത്. തെരഞ്ഞെടുപ്പായി മാറുമോ? നമുക്ക് പിന്നീട് പ്രഖ്യാപനം വന്ന ശേഷം സാങ്കല്പികമാണ്. ഇന്നത്തെ വർത്തമാനം മുഴുവൻ സാങ്കല്പികമാണ്. അറിയില്ല. സ്ഥാനാർത്ഥി ഇടതുപക്ഷം പ്രഖ്യാപിച്ച ശേഷം ബാക്കിയൊക്കെ സാങ്കല്പികമാണ്. അപ്പോൾ എനിക്കറിയില്ല. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങളാണ്. എന്തായാലും നന്ദി, നമസ്കാരം.